ഞാനിപ്പോ ഈ കടന്നു പോകുന്ന ക്ഷേത്ര കവാടം ഒന്ന് കടക്കാൻ കൊതിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അമ്മ വിളിക്കാതെ ഒരിക്കലും കയറി ചെല്ലാൻ പറ്റാത്ത ഒരു ക്ഷേത്രം. നിങ്ങൾ ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാലും അമ്മയുടെ ഒരു വിളി വരാതെ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. കർണാടകയിലാണെങ്കിലും മലയാളികൾക്ക് ഇത് സ്വന്തം ക്ഷേത്രം പോലെയാണ്. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ക്ഷേത്രം. അതെ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യസ്വരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. എന്നാൽ ഇവിടെ 3 രീതിയിലുള്ള പ്രത്യേക പൂജകളൊന്നുമില്ല. എല്ലാ പൂജകളും ഈ 3 സങ്കല്പങ്ങളെയും സമന്വയിച്ചുള്ളതാണ്. ശ്രീചക്ര പീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തിമൂർത്തി ഐക്യസ്വരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗ്രഹണ സമയത്ത് നട അടയ്ക്കാത്ത ഏക ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട്. ക്ഷേത്രത്തിന്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ ശ്രീചക്രത്തിന്റെ ശക്തി പ്രഭാവമുണ്ടെന്നാണ് സങ്കല്പം. മൂകാംബികയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഫോളോ ചെയ്യൂ.